രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പെരുന്നാളൊക്കെ ഇങ്ങ് അടുത്തല്ലേ. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം തുണികളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. അധികം മാക്സി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്നൊരു മാക്സിയാണിത്. ഇത് കോട്ടൺ അല്ല കേട്ടോ, ഒരു റയോൺ മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയലായിരുന്നു ഈ ഒരു മാക്സിയുടെ. അപ്പോൾ ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ടൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റി കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ മാക്സി ചുരിദാറിനായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാക്സിയുടെ ഷോൾഡറും കൈക്കുഴി ഉണ്ടല്ലോ, കൈയൊക്കെ ഒന്ന് സ്റ്റിച്ചൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കഴുത്ത് ഇതുപോലെ തന്നെ വീനെക്ക് തന്നെ മതി, കഴുത്തിന് മാറ്റമൊന്നും വരുത്തേണ്ട, കുറച്ച് ഇറക്കം കുറയ്ക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കി കൊടുക്കണം. അപ്പം ഞാൻ ബാക്ക് കഴുത്ത് നമ്മൾ സാധാരണ ചുരിദാറൊക്കെ കട്ട് ചെയ്യില്ല, നമ്മൾ മടക്കിയിട്ട് കൊടുത്തിട്ട് ബാക്ക് കഴുത്തൊന്ന് കുറച്ച് ഇറക്കി വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൗണ്ട് നെക്ക്. അപ്പോൾ അതൊന്ന് ഇറക്കി വെട്ടട്ടെ. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് ഇറക്കി വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് കഴുത്ത് നമുക്ക് ആദ്യം കട്ട് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ലൈനിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ, ലൈനിങ് ഉപയോഗിക്കേണ്ട ആവശ്യത്തിന് വരുന്നില്ല. നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് പീസ് വെച്ച് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറൊക്കെ വെട്ടി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിന് അളവിൽ മാറ്റങ്ങൾ വരും. കാരണം ഇത് ഓൾറെഡി ഫ്രണ്ട് കഴുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്ക് കഴുത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം കൂടി ഒന്ന് നോക്കിയിട്ട് രണ്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം കുറച്ചതിന് ശേഷം ഞാൻ ഷോൾഡർ രണ്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോൾഡറിന് ഇത്രയും നീളം വേണ്ട. നമുക്ക് ഷോൾഡർ കറക്റ്റ് മെഷർമെൻ്റ് അല്ല ഇപ്പോൾ ഇതിൽ കാണുന്നത്. നമുക്കിനി ഈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആ തുണി തെന്നിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ അളവും കൈക്കുഴിയും ഒക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ തന്ന അളവിൻ്റെ ചുരിദാർ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് മുകളിൽ വെച്ചിട്ട് തന്നെ ഞാൻ മെഷർമെൻറ്റ് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചുരിദാർ കറക്റ്റായിട്ട് നമ്മുടെ നൈറ്റിയുടെ മുകളിൽ അങ്ങ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഓരോരോ അളവും അതിൻ്റെ അരവണ്ണം എല്ലാം ഷേപ്പ് എല്ലാം നമുക്കിതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ സ്ലിറ്റ് എത്ര ഇറക്കത്തിലാണ് മാർക്ക് ചെയ്യേണ്ടത് അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ടേപ്പ് ഉപയോഗിക്കുന്നില്ല. നൈറ്റിയുടെ മുകളിൽ അതുപോലെ ആ ചുരിദാറിൻ്റെ നമുക്ക് അളവിന് തന്ന ചുരിദാറുണ്ടല്ലോ അതങ്ങ് വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന നൈറ്റിയുടെ ആ ഒരു നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ, അവർക്ക് അത് തന്നെ മതി, ആ നെക്ക് മാറ്റണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൈറ്റീസ് ഉണ്ടല്ലോ, ഫ്രണ്ടിൽ സിബൊക്കെ വെച്ചിട്ടുള്ള നൈറ്റി ഉണ്ടല്ലോ, അങ്ങനത്തെ നൈറ്റിയാണെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ അതിൻ്റെ കഴുത്ത് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ ഒരു ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തിൻ്റെ ഒക്കെ അളവെടുക്കില്ലേ, അങ്ങനെ അളവെടുത്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാറ്. ഇതിപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക് കുറച്ച് എളുപ്പമായി. നേരത്തെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വെറുതെ ഒരു ഷോൾഡറിന് വെറുതെ അവിടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഉള്ളൂ. ഇനി നമ്മൾ അതൊന്ന് കറക്റ്റായിട്ട് നല്ല സ്റ്റിച്ചിലൊന്ന് ലോക്കൊക്കെ കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഷോൾഡറും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് വെറുതെ ഒന്ന് ഷോൾഡർ ഒന്ന് തയ്ച്ചിട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ നമ്മുടെ ചുരിദാറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ സ്ലിറ്റ് ഇറക്കം എത്ര വേണോ അവിടെ വെച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് തുണി ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ചുരിദാറിൻ്റെ ഷോൾഡറും അതുപോലെ ഒരു സൈഡും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടെ ഇതുപോലെ തന്നെ ഷോൾഡറും അതിൻ്റെ ഷേപ്പ് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സൈഡും നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓപ്പൺ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഓപ്പൺ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ഷോൾഡർ ഷേപ്പ് അതുപോലെ ഓപ്പൺ അതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ കൈ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. മാക്സിക്ക് ഉണ്ടായിരുന്ന കൈയും അതുപോലെ നമ്മൾക്ക് ബാലൻസ് തുണി താഴെ നിന്ന് കുറച്ച് കിട്ടില്ലേ, അത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാരണം കൈയിന് കുറച്ച് ഇറക്കം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താഴത്തെയും കൂടി മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് കൈ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാർ സ്റ്റിച്ചിങ് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ട് സൈഡിലും കൈയൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാക്സി തന്നിട്ട് അതുകൊണ്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഞാനിതിന് 150 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. അപ്പോൾ നിങ്ങളുടെ അവിടെ എത്രയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.